ഞാൻ ജനിച്ചത് തലശ്ശേരി കോടിയേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയിന്. പിന്നെ ഏട്ടനും അമ്മയും നമ്മൾ 6 ആളേനും, 3 പെണ്ണും 3 ആണും. മൂഴിക്കര എന്ന് പറഞ്ഞ സ്കൂളാണ് അവിടെയാണ് പഠിച്ചത്. വാണി വിലാസം അങ്ങനെട്ട വിലാസമല്ല, വേറെ എന്തോ സ്കൂളിന്റെ പേര്. പിന്നെ അവിടെ ചെറുതായിട്ടുള്ള ഇതല്ലേ ഉള്ളു. പിന്നെ നമ്മള് വന്ന് തലശ്ശേരിയിൽ തലായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമ്മേന്റെ വീട്, അച്ഛൻ മരിച്ചതിന് ശേഷം. പിന്നെ അവിടെയാണ് കുറെ കാലം അവിടെയാണ് വാണി വിലാസ സ്കൂളിൽ ചേർത്തത്. പിന്നെ ടെമ്പിൾ ഗേറ്റ്, അവിടെ ഒരു അമ്പലമുണ്ട്, ജഗന്നാഥ ക്ഷേത്രം. പഠിക്കാനെല്ലാം കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, 8ാം ക്ലാസ് വരെ. അത് വീട്ടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. ഉച്ചക്ക് ചോറുണ്ണാൻ വരും. അന്നേരം നമ്മൾ 2 ആളാ വരുക. അത് വയലുണ്ട്, ഉളങ്ങ് വയലിന്റെ അപ്പുറത്തോട്ട. അതായത് വിളിക്കൊന്നുമില്ല. നമ്മള് കട്ടിങ്ങിന്റെ റെയിലിന്റെ എത്താൻ്റെ വീട്. അവിടെ നിന്ന് കയറി വരുന്ന ആടെ നമ്മൾ കല്ലെടുത്ത് വെക്കും. അത് കല്ലാടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ ഞാൻ പോകുന്നേരം കല്ലങ്ങെടുത്ത് വെച്ച് കളഞ്ഞാള്. അങ്ങനെ ഉച്ചക്ക് വരുന്നേരം അങ്ങനെയാ നമ്മൾ ചെയ്യുക, വിളിക്കാൻ നിൽക്കൂല. പിന്നെ റെയിൽവേ സ്റ്റേഷനാണ് ടെമ്പിൾ ഗേറ്റ്, ഇപ്പൊ ഉണ്ടതെല്ലാം. പിന്നെ അവിടെ നടക്കാനേ ദൂരേ ഉള്ളു. പിന്നെ വെള്ളം മഴ പെയ്യുമ്പം അതിന്റെ ഇപ്പുറം വയലാന്ന്, ആ വെള്ളത്തിലൊട്ടിയാ പോവുക. പാവാടയിലും പൊക്കി പിടിച്ച് അതെല്ലാം ഓർമ്മയും. അതെല്ലാം ഇതാണ്. വയലിലേക്ക് കൂടി പോയിട്ട് പിന്നെ അന്നേരം അവിടെ ഒരു KR ഇപ്പൊ ഉണ്ട്. ഇവിടെയുള്ള KR KR ബിസ്ക്കറ്റിന്റെ അതിന്റെ ഒരു പാലം. ആ വലിയ വീടാണ്. ആ വീടിന്റെ സൈഡിലേക്ക് കൂടി അങ്ങ് കടന്ന് ഒരു റോഡുണ്ട്, അതിന്റെ അപ്പുറത്താണ് സ്കൂള്. കുറച്ച് നടക്കാനേ ഉള്ളു. അല്ല, ഞാൻ ഗേൾസ് ഹൈസ്കൂളിൽ പോയിന്. തലശ്ശേരി സ്കൂള് ഗേൾസ് ഹൈസ്കൂളാണ്. 7, 8 എല്ലാം പഠിച്ചത്. കളികളെന്ന് ചെറുപ്പത്തിൽ പെൺകുട്ടികളെ കളി, ചോറും കൂട്ടാനും വെച്ച് കളിക്കുക. പിന്നെ കുറച്ച് വലുതായാലും കൊത്തം കല്ല് കളിക്കും. അപ്പുറത്തെ കുട്ടികളെല്ലാം കൂടിയിട്ട് കല്ലിനെ കൊണ്ട് കൊത്തം കല്ല് കളിക്കും. പിന്നെ ഒളിച്ച് കളിക്കും. ഇങ്ങനെയെല്ലാം തന്നെ. മറ്റേ വേറെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇല്ല, അത്ര പാടില്ല. നമ്മള് എന്നെപ്പോലത്തെ പിന്നെ പിള്ളമാരാണ് ഉള്ളത്. അവരെല്ലാം ഇപ്പൊ ഉണ്ട്. അതിലൊരുത്തി മരിച്ചു അതിന്. പഠിക്കാനിഷ്ടം സയൻസെല്ലാം പഠിക്കും. അന്നേരം എല്ലാം കണക്കെല്ലാം മോശമായിരുന്നു. അങ്ങനെയല്ല, അതെല്ലാം ഉണ്ട്. രാവിലെ 10 മണി 9:30 ആകുമ്പോൾ സ്കൂളിൽ പോകണം. അതെല്ലാം ഉണ്ട്. സ്കൂളിൽ പോകണം. പുറത്ത് നിർത്തിക്കും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ഉണ്ട്. പണ്ട് ബസ് ഉണ്ടല്ലോ അന്നേരം സമയത്ത്. സ്കൂളിൽ പോകുന്നേരം നടന്നിട്ട് പോകും. അന്നേരം ബസ് ഉണ്ട്. അന്ന് 10 പൈസ വേണ്ടും ബസ്സിന്. പിന്നെ ബസ്സിൽ ചില സമയം ബസ് പോകല്ലേ നടന്നിട്ട് തന്നെ വരും. റോഡ് മേലെ കൂടി തന്നെ നടന്നിട്ട്. അത് അന്നേരം എൻ്റെ അപ്പുറത്തുള്ള പിന്നെ ഒരു കുട്ടി ഉണ്ടായിന്, വിജയ് എന്ന് പറഞ്ഞിട്ടുള്ള. അവളും ഞാനും ഒപ്പരാ വരുത്ത്. പിന്നെ അത് കഴിഞ്ഞാലും വീട്ടിൽ തന്നെ. കല്യാണമെല്ലാം പിന്നെ കഴിഞ്ഞ് ഒരുപാട് ആലോചനകളെല്ലാം വന്നിട്ട് പിന്നെ 27ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. രാകേഷിന്റെ അച്ഛൻ കല്യാണം കഴിച്ച് 27ാമത്തെ വയസ്സിൽ. കല്യാണം ഇങ്ങനെ പെണ്ണുണ്ടെന്ന് പറയുമ്പോ ആൾക്കാർ വീട്ടിൽ വരും. കുറേ വന്നിന്. 14 വയസ്സിലേ വന്നിന്. ഏച്ചിയുള്ളവരെ എനിക്ക് കല്യാണാലോചന വന്നിന്. ഏച്ചീൻ്റെ 18 വയസ്സിലാണ് കഴിഞ്ഞു. എൻ്റെ നേരം മൂത്ത ഏച്ചി. പിന്നെ അതിൻ്റെ മൂത്ത ഏട്ടനാണ്. അതിൻ്റെ മൂത്തത് ഏച്ചിയാണ്. ഒരു ടീച്ചറായിരുന്നു. എല്ലാവരും മരിച്ചു. 71 ഡിസംബർ 26 കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ണൂർ ചൊവ്വ, മേലെ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ഒരു പഴയ തറവാടാണ്. അവിടെയാണ് ഞാൻ പിന്നെ ജയിച്ചത്.
പിന്നെ അവിടെ 8 കൊല്ലം നിന്നിട്ടാണ് വേറെ അവിടെ പാർട്ടീഷനും കഴിഞ്ഞാൽ വേറെ മാറിയിട്ട് നമ്മളൊരു ചെറിയ വീട്. അത്ര വലിയ ഇതൊന്നും കഴിവൊന്നും. പിന്നെ ഒരു ആദ്യം സ്വർണ്ണപ്പണിയേനു അടുത്തേനും പഠിച്ചത് കൊണ്ട് പിന്നെ ഒരു 14 ക്യാരറ്റിൻ്റെ ഇത് വന്നിനേനു. അന്നേരം അവർ വേറെ ഒരു ഓഫീസിലേക്ക് മാറി. എഴുത്തുകാരനാന്ന്, കഥ എഴുതും, നാടകത്തിൻ്റെ ആളാന്ന്. അവിടെ കലാസമിതി ഉണ്ടായി, നവോദയ എന്ന് പറഞ്ഞൊരു കലാസമിതി ഉണ്ടായിന് ചൊവ്വക്ക്. അവിടുത്തെ ആളായിരുന്നു. പിന്നെ അവിടെ ഡാൻസും ഇതെല്ലാം പഠിപ്പിക്കും വേറെ ആൾക്കാരുണ്ട്, പാട്ടെല്ലാം രാജൻ, കണ്ണൂർ രാജൻ എന്ന് പറയുന്നില്ല, ഇവരെ ആ നവോദയ ഇവിടുന്ന് പിന്നെ അടയനും അവിടുന്നാണ് പിന്നെ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഇവിടെ കണ്ണൂരിൽ ഏതോ ഒരു നാടകം ടൗൺ ഹാളിൽ വെച്ചിട്ട് അത് ഓർ അഭിനയിക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് അത് ഇല്ലാത്ത ദിവസം, ഓറെ അഭിനയിക്കാത്ത ദിവസം ഒരു ദിവസം എന്നെ കൂട്ടിയിട്ട് പോയിന്. പിന്നെ നാടകത്തിലൊന്നും, പിന്നെ കലാസമിതി ഉണ്ടായിന് കുറേ കാലം. അവിടെ പാട്ടും പിന്നെ രാഘവ മാഷ് എന്ന് പറഞ്ഞ ഒരു മാഷുണ്ടായിനും ഹാർമോണിയയിലുള്ള. അങ്ങനെ അവര് പിന്നെ അവര് പഠിപ്പിക്കലായിരുന്നു പാട്ടെല്ലാം. പിന്നെ ഡാൻസ് ക്ലാസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇവർ പോയേര് പിന്നെ കലാസമിതിയെ പോയി. ഇപ്പം മരിച്ചിട്ട് ഈ ജനുവരി വരുമ്പോഴേക്കും 38 കൊല്ലമായി. നമ്മൾ 15 കൊല്ലം ഒന്നായിട്ട് തന്നിന്. അന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പേ എനിക്ക് അടുത്തെല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം പോകും. നമ്മൾ തൊട്ടടുത്ത് ആൾക്കാരെല്ലാം ഉണ്ട്, അവിടെയെല്ലാം പോകും. പിന്നെ സിനിമക്ക് പോവും. അന്നത്തെ കാലം സിനിമക്ക് പോവും. അമ്മക്ക് വലിയ ഇതേനുണ്ട് സിനിമ. അമ്മയും അപ്പുറത്തുള്ള എന്നെ പോലത്തെയുള്ള കുട്ടികളെയും എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ സിനിമക്ക് പോകും. ഏട്ടൻ രാത്രി കൂട്ടാൻ വരും, എൻ്റെ മൂത്ത ഏട്ടൻ. മറ്റേ ഒരേട്ടൻ അന്നേരം പിന്നെ ബോംബെയിലായിരുന്നു. ഇപ്പൊ ഒരാളുള്ളതും ബോംബെയിലാണ്. നടന്നിട്ട് തന്നെ റെയിൽമേലെ കൂടി നടന്നിട്ട് വേണം തലശ്ശേരിയിൽ. നടക്കേണ്ട ദൂരേ ഉള്ളൂ, എന്നാലും അല്ലെങ്കിൽ ബസ്സിനൊന്നും പോരില്ല, റെയിൽമേലെ കൂടി നടന്നിട്ടാ പോവാ. റെയിൽമേലെ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ട്, ആ റോഡ് മേലെ കൂടി നടന്നിട്ട് എല്ലാം പോയിട്ടാണ്. ചിത്ര മുകുന്ദ ടാക്കീസാണ് ഏറ്റവും, അതിപ്പോ എല്ലാം പൊളിച്ച്. മൂന്നാർ ടാക്കീസേനു അതാണ് ആദ്യമായിട്ട് വന്ന ഒരു ടാക്കീസ്. പിന്നെ വേറെ ടാക്കീസെല്ലാം, പിന്നെ കുറേ കഴിഞ്ഞാരാ വേറെ ടാക്കീസെല്ലാം വന്നത്. സിനിമക്ക് അധികം സിനിമക്ക് പോകും. പഴയ പ്രേമനസീറിൻ്റെ, സത്യൻ്റെത് എല്ലാം സിനിമയെല്ലാം പലതും കണ്ടിട്ടുണ്ട്. അത് നമുക്കന്നേരം ടി വി ഒന്നുമില്ല. അടുത്ത വീട്ടിലുണ്ട് ടി വി. അത് ഇവരെല്ലാം അവിടെ പോയിട്ട് കാണും. അന്നേരം രാകേഷ് ഇവരെല്ലാം അന്നേരം ടെണ്ടുൽക്കർ അടിക്കുമ്പോൾ ഞാനെന്തെങ്കിലും പണിയെടുക്കുന്നതായിരിക്കും. അമ്മ ഇങ്ങനെ ടെണ്ടുൽക്കറുണ്ട് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പോകും. കുറേ നേരം അവിടെ ഇരുന്നിട്ട് കണ്ടിട്ടെല്ലാം വരും. ആ വീട്ടിലാണ് നമ്മള് പിന്നെ സിനിമയെല്ലാം കാണലേനും. അതെങ്ങനെയാന്ന് അറിയില്ല എനിക്ക്. ഇവര് മക്കളാന്ന് എൻ്റെ, അവരാന്ന് പഠിപ്പിച്ചെന്ന് എല്ലാം കാണാനും അല്ലേ. രാകേഷ് പ്രത്യേകമായിട്ട് രാകേഷ്. പിന്നെ ക്രിക്കറ്റ് അന്ന് മൂത്തവൻ ജോലിക്ക് പോകുന്നുണ്ട്. നമ്മളെ അടുത്ത് IT എല്ലാം കഴിഞ്ഞ് നേരെ ഓനാട് ജോലിക്ക് പോകുന്നുണ്ടേനു. ഓനാന്ന് ഇവർ മരിച്ചതിന് ശേഷം പിന്നെ 9 കൊല്ലം 14 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചിന്. പിന്നെ 10ാം ക്ലാസ്സായി. പിന്നെ IT പിന്നെ അങ്ങോട്ട് പഠിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല. എന്നിട്ട് പിന്നെ IT അല്ല ചേർത്തത്. IT പഠിച്ച് എല്ലാവരും പഠിക്കും, കുട്ടികളെല്ലാം പഠിച്ച്. പിന്നെ അവിടുന്ന് എത്ര കൊല്ലം, 2 കൊല്ലം തോന്നുന്നു. പിന്നെ 1 കൊല്ലം ട്രെയിനിങ്ങെല്ലാം കഴിച്ച്. പിന്നെ ഓൻ്റെ ഇത് കണ്ടിട്ട് പിന്നെ കമ്പനിയിൽ നിന്ന് വിളിക്കുക ഇതിനോന. അന്നത്തെ തലശ്ശേരിയിൽ തന്നെ നല്ലൊരു കമ്പനി ഉണ്ടായിന്. അവിടെ വിളിച്ചിട്ട് അവർ പോയതിന്. അവിടെ 5-6 കൊല്ലം അവിടെ ജോലി ചെയ്തിന്. പിന്നെ ഞാൻ സിംഗപ്പൂരിൽ പോയി. കളിയെല്ലാം ആവേശം തന്നെ. ജോലിക്ക് ഒരു ദിവസം തോറ്റിട്ട് മൂത്തവൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അത്ര ഇതേനും പിള്ളമാർക്കെല്ലാം. പിന്നെ ഓന് നൈറ്റ് ഉണ്ടായാലുണ്ട്. അന്നേരം പോകുന്ന പോക്കിൽ നമ്മള് പിന്നെ ഗ്രൗണ്ട് ഉണ്ട് നമ്മളെ വീട്ടിൻ്റെ, ആ ഗ്രൗണ്ടില്ലേ,
ആ ഗ്രൗണ്ടിന്റെ ഒരു സൈഡില് അവിടെ ഒരു വീടുണ്ട്. അവിടെ അന്ന് ചെറിയൊരു ടി വി ഉണ്ടായിന്. ആ ചെറിയ ടി വിയില് ഇവ പോകുന്നേരം ആടുന്നതെല്ലാം നോക്കിയിട്ടാ പോവുക. പിന്നെ നിങ്ങൾ വന്ന ആ റോഡില്ലേ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആടെ ഒരു ടി വി ഉണ്ടായിന്. അന്നേരം ആടെയെല്ലാം പോയിട്ട് പിള്ളേർ കാണും. പോയിട്ട് ഞാനും അങ്ങനെ പുറത്തൊന്നും എവിടെയും പോക്കില്ല. ആടെയൊന്നും പോക്കില്ല. അവര് അവിടെയെല്ലാം പോയിട്ട് കണ്ടിട്ട് വരും. അതിനങ്ങനെ കാണുന്നേരം അവർക്ക് ഇതൊന്നുമില്ല. അവര് കുട്ടികളെ ഇരുത്തിയിട്ട് കാണും. അതെ, നമ്മള് തലശ്ശേരിയിലുള്ള ഉത്സവത്തിനെ പറ്റിയിട്ട് എപ്പോ ഓർമ്മയുള്ളതാണ്. അത് ഏഴ് ദിവസം 8ാമത്തെ ദിവസം അവസാനിക്കുന്നത്. അതും തലശ്ശേരിയുള്ളവരും ഭയങ്കര ഇതാണ്. എല്ലാം സിനിമ കാണാൻ പോവും, അമ്പലത്തിൽ പോവും. അതെൻ്റെ അമ്മക്ക് അതെല്ലാം വലിയ ഇതാണ്. പിന്നെ തിരുവങ്ങാട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തലശ്ശേരിയിൽ. അവിടെയും വിഷുവിന് ഉത്സവമുണ്ട്. ശ്രീരാമക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവിടെയെല്ലാം പോവും. പിന്നെ നമ്മളെ കടപ്പുറത്തിന്റെ എല്ലാം അടുത്താണ്. അവിടെ അന്നെല്ലാം ഇത് കെട്ടിയിട്ട് സ്റ്റേജെല്ലാം കെട്ടിയിട്ട് അവിടെ പിന്നെ പരിപാടിയെല്ലാം ഉണ്ടായി. അന്ന് കഥാകാത്സവം, കഥ പറയല്ലേ, കഥാകാത്സവം എല്ലാം ഉണ്ട്. അതിനെല്ലാം കാണാൻ പോകും. എൻ്റെ അമ്മ എല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അന്നേരം പിന്നെ അമ്മ കൂടെ ഉണ്ടാവും നമ്മള്. പിന്നെ അടുത്തുള്ള വീട്ടുകാരെല്ലാം ഉണ്ടാവും. അത് എൻ്റെ അമ്മയും മരിച്ചിട്ടിപ്പം പിന്നെ ഇവന്റെ അച്ഛൻ മരിക്കുമ്പോൾ അമ്മയുണ്ട്. അതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ അമ്മ മരിച്ചത്. ഞാൻ പിന്നെ ഒറ്റക്കായി എന്നുള്ള തോന്നൽ അമ്മക്ക് വന്നതിനു. ചെറിയ മക്കളും എല്ലാം ആയിട്ട്. അന്നേരം നമുക്ക് പ്രഷറെല്ലാം കയറി പിന്നെ വാദത്തിലെല്ലാം ഇതെല്ലാം വീണു പോയിന്. പിന്നെ കുറച്ച് കിടന്നിട്ടാണ് അമ്മ മരിച്ചത്. അത് അന്നേരം തലശ്ശേരിയിൽ ഏട്ടൻ്റെ ഭാര്യ ഏട്ടൻ്റെ മോനും ഉണ്ടായിന്. അവരാണ് നോക്കിയത്. പിന്നെ ഇടയ്ക്ക് എനിക്കങ്ങനെ പോകാനുള്ള കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്കെല്ലാം പോകണ്ടേ, ബസ്സിലെല്ലാം പോണ്ടേ. ഇടക്ക് പോകും മാത്രം. നമുക്ക് ഭക്ഷണം അങ്ങനെ വിശന്നിട്ടൊന്നും അങ്ങനെ നിൽക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ഭക്ഷണം നമ്മൾ പണ്ടല്ലേ, ഇപ്പോഴത്തെ പോലെയൊന്നും അല്ലല്ലോ. പണ്ട് ചോറും എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണത്തിനൊന്നും. പിന്നെ അച്ഛനില്ലാതായാലും വേറെ ഒന്നും പാലും പഴവും അതും ഇതൊന്നും ഇല്ലാന്നല്ലാണ്ട് ഭക്ഷണം പിന്നെ ചോറും ഇതുമെല്ലാം അങ്ങനെ ഉണ്ടായിന്. നമുക്ക് ഒരു കമ്പൗണ്ടർ ഉണ്ടായിന് തലശ്ശേരിയിൽ. ആ പനിയെല്ലാം വന്നു കഴിഞ്ഞാല് അയാൾ മരുന്ന് തരും. ഇത് ബാലൻ കമ്പൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറുണ്ട് നമ്മളെ അടുത്തല്ല. നമ്മളധികം ഇതിലൊന്നുമല്ല, ഉള്ളോട്ടൊന്നുമല്ല. പിന്നെ അതിൻ്റെ അടുത്ത് ടെമ്പിൾ ഗേറ്റ് ഞാൻ പറഞ്ഞ അമ്പലമെല്ലാം ഉണ്ട്. നാടെ ഒരു ഡോക്ടർ ഉണ്ടായിന്. ഇത് എൻ്റെ ചക്ക ഒത്തുമ്പോൾ മുറിഞ്ഞ വിരല. ഇത് പകുതിയേ ഉള്ളൂ. ഇതെന്താ എന്നിട്ട് അപ്പാട് അമ്മ തുണിയെല്ലാം എടുത്ത് കെട്ടി. അന്നേരം കുറച്ച് പണമുണ്ട്. പിന്നെ ഉത്സവേന് വന്ന് എന്നിട്ട് ഉത്സവത്തിനെല്ലാം പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. എന്നിട്ട് അമ്മ ചക്ക കൊത്താൻ പറഞ്ഞിട്ട് അത് കൊത്തുമ്പം കൈമില്ലായിപ്പോയി. എന്നിട്ട് അമ്മ കൂട്ടിയിട്ട് നല്ല റെയിലാണ് നമ്മളെ മുന്നിൽ. റെയിൽ മേലിൽ കൂടി തന്നെ കൂട്ടിയിട്ട് ഒരു നാരായണ ഡോക്ടറുണ്ട് അവിടെ. അയാൾ കഷ്ണം ഉണ്ടോ എന്ന് ചോദിച്ചു. കഷ്ണമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അടിച്ചു വരുമ്പം കിട്ടി പിന്നെ കഷ്ണം. എന്നിട്ട് അയാള് മരുന്നെല്ലാം വെച്ച് കെട്ടിത്തന്നു. ഡോക്ടർമാരെല്ലാം ഉണ്ട്. തലശ്ശേരിയിൽ വന്ന ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരുടെ അടുത്തെല്ലാം പോകും. തലശ്ശേരി നമ്മൾ ടൗണുമായിട്ട് അത്രപ്പാട് ദൂരമൊന്നുമില്ല. നടന്നിട്ട് പോകാൻ പറ്റില്ല, ബസ്സിൽ പോകണം. നമ്മൾ അങ്ങ് അമ്മേന്റെ വീട്ടിൽ വരുന്നത് വയലാന്ന് കൃഷി. ഇത് നെല്ലുള്ള വയല. ആ വയലിന്റെ ഇതിൽ കൂടിയാണ് നമ്മള് അവിടുന്ന് കോടിയേരിന്ന് തലായിലേക്ക് വരുക. തലായിൽ ഇപ്പം വലിയ ഹാർബറെല്ലാം വന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ കടയിലെല്ലാം പോകും. മീനെല്ലാം സാധനമെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാ ഇളയത്, എല്ലാറ്റിലും ഇളയത് ഞാനാണ്. ഞാനാണ് സാധനമെല്ലാം മേടിക്കാൻ പോകും. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആഘോഷിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഓണം വരും, വിഷു വരും, അതിന് പടക്കം കേട്ടൻ എനിക്ക് പടക്കെല്ലാം കൊണ്ടത്തരും. അത് കാത്തിരിക്കും. വൈകുന്നേരം വരുന്നോ കാത്തിട്ട്. അങ്ങനെ അതെല്ലാം ഒരു സന്തോഷമുള്ള ഇതാണ്. ചെറിയ ഇങ്ങനെ ഓലപ്പടക്കമല്ല ഇത്ര നീളമുള്ള അത് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ട് പൊട്ടിക്കും. പിന്നെ കമ്പിത്തിരി, പൂത്തിരി അതെല്ലാം ഉണ്ടാവും. രാഷ്ട്രീയ ഇലക്ഷനെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ ഇത് പിടിച്ചിട്ട് ഇന്നത്തെ പോലെ മൈക്കൊന്നുമല്ല, വലിയ ഇതുപോലത്തെ ഒരു ഇതിനെ കൊണ്ടുണ്ടാക്കിയ
എന്നാന്ന് ഇതിനെ കൊണ്ട് കോളാമ്പി പോലത്തെ ഇത് വെച്ചിട്ടാണ് അതെല്ലാം നമ്മൾ കാണാൻ വീട്ടിലിരുന്നിട്ട് ഒച്ച കേട്ടാല്. പിന്നെ ഇലക്ഷൻ തോറ്റാല് നമ്മളെല്ലാം മുമ്പിൽ വന്നിട്ട് പിന്നെ കുപ്പി വിളിക്കും, തുള്ളും ചെടിയെല്ലാം പൊരിച്ചിട്ട് കൊണ്ടുപോയിട്ട് തുള്ളും എൻ്റെ വീട്ടിന്റെ മുമ്പിൽ. നമ്മള് അവിടെ 1-2 ആൾക്കാരെ കോൺഗ്രസ്സുകാരുള്ളൂ, ബാക്കി എല്ലാവരും മറ്റേ കമ്മ്യൂണിസ്റ്റാണ്. പിന്നെ എന്നിട്ട് എൻ്റെ കാരണം ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. എന്നിട്ട് അവര് പിന്നെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പാട്ട് നമ്മളെ കോലായ്മയിൽ വെച്ചിട്ട് പിന്നെ പാട്ടെല്ലാം വെച്ചിട്ട് അതെല്ലാം നമുക്ക് നല്ല ഓർമ്മയാണ്. പാട്ട് രാഷ്ട്രീയ ഇതിന്റെ പാട്ടെല്ലാം വെച്ചിട്ടുള്ള. അമ്മ വലിയ കോൺഗ്രസ്, എൻ്റെ അച്ഛൻ വലിയ കോൺഗ്രസ്സുകാരനാണ്, അമ്മയും അല്ല, നമ്മളെല്ലാം കോൺഗ്രസ്. നമ്മൾക്ക് പാർട്ടി പ്രവർത്തനമൊന്നുമില്ലല്ലോ, നമ്മള് വോട്ട് ചെയ്യാന്നല്ലാണ്ട് അങ്ങനെ പ്രവർത്തനങ്ങളൊന്നുമില്ല. വീട്ടിലായിരിക്കും പ്രവർത്തനങ്ങളൊന്നുമില്ല. എങ്ങനെയാന്ന് പറഞ്ഞാല് പിന്നെ ഇവർക്ക് ഇതുണ്ടേനു, സ്റ്റേജ് ഉണ്ടായിന്, നാടകത്തിനെല്ലാം സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ കലാസമിതി ഉണ്ടായിനെന്ന്. അന്നേരം 2 സ്റ്റേജ് ഇങ്ങനെ പോവും. അതിന് ഒപ്പരെല്ലാം അന്നേരം ഇവരെല്ലാം തന്നെ പോവുക സ്റ്റേജിന്. ഇവര് പോയതിന് ശേഷം അതിന്റെ ആള് മാറി. അന്നേരം രാഘവേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് പോയി കഴിഞ്ഞാൽ 100 റുപ്യ തരും. ചെറിയ സ്റ്റേജ്, വലിയ സ്റ്റേജ് ആണെങ്കിലും 100 റുപ്യ, ചെറിയ സ്റ്റേജ് ആണെങ്കിൽ 50 റുപ്യ. അന്ന് 100 റുപ്യ എല്ലാം വലിയ കാര്യമല്ല. പിന്നെ റേഷൻ അരി കിട്ടും. പിന്നെ അങ്ങനെ ആ പൈസ ഒരു കൊല്ലത്തോളം അവർ തന്നെ. പിന്നെ അവര് കുറച്ച് പൈസ സംഘടിപ്പിച്ചിട്ട് ഇവര് അവിടെ അറിയപ്പെടുന്ന ഒരാളേനു, ഒരു കലാകാരനേനു. കുറച്ച് പൈസ ഒരു 12,000 റുപ്യ അവര് പിന്നെ ഇതിലിട്ട് വന്നിന്, ബാങ്കിലിട്ട് വന്നിന്. അത് മാസം 60 റുപ്യ അത് കിട്ടും. പിന്നെ ഇവൻ പഠിച്ച് 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവൻ ജോലി ആയിന് മോൻ. നാടകം കാണാനെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അന്നൊന്നും ഈ നാടകം എന്നെല്ലാം പറയുന്നേരം പിന്നെ സിനിമയെല്ലാം കാണുമെന്നല്ലാണ്ട് നമ്മളെല്ലാം അതിനെ പറ്റിയിട്ട് അങ്ങനെ വിവരമൊന്നുമില്ലല്ലോ നമുക്കൊന്നും. നാടകത്തിന് നല്ലതാന്നോ ചീത്തയാന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ. അന്നെല്ലാം പറയുന്നത് നാടകം എന്തെന്നാന്ന് അങ്ങനെയല്ല. പിന്നെ പാർട്ടീന്റെ നാടകം ഞാൻ തലശ്ശേരിയിലുള്ളേരം അതിന്റെ ഞാൻ പറഞ്ഞില്ല വയലെല്ലാം ഉണ്ട്, നാടകമെല്ലാം വെച്ചിട്ട് പിന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകമെല്ലാം കണ്ടു ഞാൻ. അതിൽ KPSC എഴുതിയെല്ലാം ഉണ്ട് എന്നാ പറഞ്ഞത്. നമുക്കാര്യം അറിയില്ലല്ലോ. നാടകം കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ അന്നേരം ഞാൻ അത്ര അതില്ല, കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഈ കത്തിയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ അതെല്ലാം ഒക്കെ നല്ല ഓർമ്മയുണ്ട്. ഒറ്റക്ക് നിൽക്കാൻ പറ്റൂലല്ലോ ഇപ്പം. ഞാൻ 12 കൊല്ലം ഞാൻ ഒറ്റക്ക് നിന്ന്. ഇടയ്ക്ക് ചില സമയം ഇടയിലും വരുന്നല്ല, ഇവന്റെ അടുത്ത് വരുന്നല്ലാണ്ട് ഒറ്റക്ക് നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എനിക്കത് ശീലായിന്. പിന്നെ ആദ്യമെല്ലാം വല്ലാണ്ടുണ്ടായിനേനും, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പില്ലേ, അവര് നല്ല ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞ ജീവൻ അവർക്ക്, അതാണ് അവര് എൻ്റെ. പിന്നെ അവര് അനിയന്റെ ഭാര്യയുണ്ട്, അഞ്ചനും, നമ്മളെ വീട്ടിന്റെ അങ്ങ് ബാക്കോട്ട്. അവള് എല്ലായിട്ട് നല്ല ഇതാണ്. അങ്ങനെയല്ല അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇത് കൊറോണ വന്നേരെയും പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, സാധനം എല്ലാം അവര് എല്ലാം. പിന്നെ മിനിന്റെ ഭർത്താവുണ്ടല്ലോ, അവര് സാധനം എല്ലാം കൊണ്ടുതരും. പിന്നെ ആദ്യം തന്നെ അടുത്ത വർക്ക്ഷോപ്പിലുള്ളവനാണ് എല്ലാം കൊണ്ടുതന്നത്, സാധനം എല്ലാം കൊണ്ടുതന്നത്. അങ്ങനെ എനക്കും അങ്ങനെ ഇതൊന്നുമില്ല, പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യമെല്ലാം ഉണ്ടായിന് തുടക്കത്തില്, പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞാൻ ഇത് ഉടുത്തിട്ട് വന്നേരം ചോദിക്കുന്ന അച്ഛമ്മ എവിടെയാ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ രാജേഷ് മൂത്തപ്പൻ്റെ അടുത്ത് പോവാ. നോ എന്നാക്കിയ എഴുതി കൊടുക്കണോ സ്ലേറ്റിലൊന്നും. അന്നേരം സ്ലേറ്റിൽ എഴുതണ്ടേ, എഴുതിയിട്ട് രാവിലെ സ്കൂളിൽ പോകുന്നേരം അതൊന്നും എഴുതൊന്നുമില്ല. അത് ഞാൻ അങ്ങനെ ഇറങ്ങുമ്പോൾ പറയാം അമ്മ എഴുതിയിട്ടില്ല എന്ന്. എന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുവാ. അന്ന് പറ വല്ല വേറെ എന്തെങ്കിലുമല്ലേ ഉള്ളു. അങ്ങനെയാണ്. 1-ാം ക്ലാസ് തീരെ അങ്ങനെ പോയിട്ടില്ല, അവന് ശ്വാസം മുട്ടലാണ്. അതൊന്നും പഠിക്കും, കണക്ക് ചെറുപ്പത്തിലെ കണക്ക്. ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു നിങ്ങളെ മോനെ കണക്കിൽ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു.
കളിയെല്ലാം അത് അപ്പുറത്ത് കുട്ടികളുണ്ട്, ഓനെപ്പോലത്തെ അച്ഛൻ്റെ അഞ്ചൻ്റെ മക്കളെല്ലാം ഉണ്ട്. എല്ലാവരും കൂടി അവിടെ പോയി കളിക്കും, അല്ലെ ഇങ്ങോട്ട് വന്നിട്ട് കളിക്കും. മണ്ണിലെല്ലാം പെരങ്ങിയിട്ടാ വരുക. അന്നും ചളിയും മണ്ണും ഇതെല്ലാം കുഴച്ചിട്ടെല്ലാം ഉണ്ടാക്കലെല്ലാം ഉണ്ട് എല്ലാരും കൂടിയിട്ടെല്ലാം. എന്നാണ് ഇപ്പം അങ്ങനെ പഴംപൊരി ഉണ്ടാക്കും, നെയ്യപ്പം ഉണ്ടാക്കും, കാരിയപ്പം ഉണ്ടാക്കും, ഉണ്ണിയപ്പം. ഇപ്പൊ ഒന്നും ഉണ്ടാക്കലില്ല, ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഇവിടെ എല്ലാം വാങ്ങും. വരുമാനം ആരും അങ്ങനെ സഹായിച്ചിട്ടൊന്നുമില്ല. എപ്പെങ്കിലും ഏച്ചീൻ്റെ ഭർത്താവ് സ്കൂളെല്ലാം ഇതായാലും കുട്ടികൾക്ക് ഡ്രസ്സും പിന്നെ പുസ്തകം മേടിക്കേണ്ട പൈസയെല്ലാം തരും. പിന്നെ ഏച്ചീൻ്റെ ഭർത്താവ് ഓർവില്ല, ഇപ്പൊ ഏച്ചിയുള്ള ഏച്ചീൻ്റെ ഭർത്താവ്. പിന്നെ എങ്ങനെയല്ലോ ജീവിച്ച്, അത്രേ പറയാനുള്ളൂ.